മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പാടി നടക്കുകയും അതിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ഈ കേരളത്തിൽ ഒട്ടും കുറവല്ലെന്ന് വീണ്ടും തെളിയിക്കുന്നു. ഉമാ തോമസിന് സംഭവിച്ച ആ അപകടത്തിലും ഇത്തരം സൈബർ ക്രിമികളിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. MLA ഉമാ തോമസിന് വീണ് ഗുരുതര പരിക്കേറ്റു വന്ന മാധ്യമ വാർത്തകൾക്ക് താഴെ പരിഹാസ അധിക്ഷേപ കമന്റുകളുമായി CPM-കാരടക്കം രാഷ്ട്രീയ എതിരാളികൾ രംഗത്തു വന്നിരുന്നു. ഉമയുടെ രാഷ്ട്രീയ നിലപാടുകളെ അപകടവുമായി കൂട്ടിച്ചേർത്ത് പരിഹസിച്ചാണ് കമന്റുകൾ. പ്രവർത്തകരുടെ ഇത്തരം മോശം കമന്റുകളിൽ സഹികെട്ട് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തേണ്ടി വന്ന അവസ്ഥ. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്ത വന്നപ്പോൾ അതിനു താഴെ വന്ന കമന്റുകൾ മാത്രം മതിയാകും കമ്മികളുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ. MLAയെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളും ധാരാളമുണ്ട്. ധൃതിയൊന്നുമില്ല, പതുക്കെ സുഖം പ്രാപിച്ചാൽ മതി, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ധൃതി കാണിക്കണ്ടായിരുന്നു, അതല്ലേ വീണത്, ആവശ്യമില്ലാതെ വെറുതെ വലിഞ്ഞു കയറണമായിരുന്നു, എന്തിനാ ഇത്ര തിരക്ക്, ആർക്കാണ് ഇത്ര തിരക്ക്, പ്രായമായില്ലേ അമ്മച്ചി, ശ്രദ്ധിക്കണ്ടേ, എന്തിനാ ഇത്രയും ധൃതി, ഏതായാലും പതുക്കെയാണെങ്കിലും സുഖം പ്രാപിക്കട്ടെ, മറ്റാർക്കും ധൃതിയില്ലെങ്കിലും ധൃതിയിൽ ആശുപത്രിയിൽ എത്തിക്കുക, ധൃതിയിൽ ചികിത്സ നടത്തുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. CPM അനുകൂലികളാണ് ഇത്തരം കുറിപ്പുകൾ അധികവും എഴുതിയിരിക്കുന്നത്. പ്രവർത്തകരുടെ ഇത്തരം മോശം കമന്റുകളിൽ സഹികെട്ട് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തി. ശ്രീമതി ഉമാ തോമസിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, നാളെ എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാവുന്ന ഒന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ മുൻ അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തുവച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ആധുനിക സമൂഹത്തിലെ മനുഷ്യർക്ക് യോജിക്കാത്തതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ കൂടെ നിൽക്കുക എന്നതാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയായി അവർ അവരുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപൃതയാവട്ടെ എന്നായിരുന്നു ബിനീഷിന്റെ പ്രതികരണം. അതെന്തായാലും നന്നായി, ബിനീഷിനെങ്കിലും പ്രതികരിക്കാൻ തോന്നിയല്ലോ. PT തോമസ് MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ പോലും സൈബർ മൂരികൾ വെറുതെ വിട്ടിരുന്നില്ല. ഉമാ തോമസ് കോൺഗ്രസ് MLA ആണ്. ഇനി അവരുടെ കണ്ണിൽ കോൺഗ്രസ്കാരിയായതുകൊണ്ട് ഉമാ തോമസിന് വീഴാൻ പാടില്ല എന്നാണോ? അങ്ങനെ തോന്നും ഇവന്മാരുടെ എഴുത്തുകൾ കണ്ടാൽ. സ്വന്തം കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ ദൗർഭാഗ്യവശാൽ വല്ലതും സംഭവിച്ചാൽ ഓർക്കണം ഉമാ തോമസിന്റെ ഈ വീഴ്ചയെയും. ആരും മനഃപൂർവ്വം പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നു കൂടി സൈബർ മാനസിക രോഗികൾ ഓർത്തു വച്ചേക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.